മഴ കനത്തതോടെ കൊടുങ്ങല്ലൂരിന്റെ തീരമേഖലയിൽ കടലാക്രമണം രൂക്ഷമായി. കടപ്പുറത്താണ് കടൽക്ഷോഭം രൂക്ഷമായിട്ടുള്ളത്. വാക്കടപ്പുറത്ത് വളവത്ത് സജി, പാണ്ടികശാലയ്ക്കൽ സുരേഷ്, പോണത്ത് ശാരദ എന്നിവരുടെ വീടുകളിൽ വെള്ളം കയറി. കടൽക്ഷോഭം തുടർന്നാൽ ഈ വീടുകൾക്ക് കേടുപാട് സംഭവിക്കുമെന്ന ആശങ്കയിലാണ് വീട്ടുകാർ. മറ്റ് 12ഓളം വീടുകളും കടലാക്രമണ ഭീഷണി നേരിടുന്നുണ്ട്. കടൽഭിത്തിയില്ലാത്തതിനാൽ ഇവിടെ ശക്തമായ തിരമാല വീടുകളിലേക്ക് നേരിട്ട് അടിച്ചു കയറുന്ന അവസ്ഥയാണുള്ളത്. എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരിച്ചാലിൽ, വാർഡ് മെമ്പർ വിനീൽ ദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ ഗിരീഷ്, ഷാഹിന, സുബി പ്രമോദ്, ബിന്ദു രാധാകൃഷ്ണൻ എന്നിവർ കടൽക്ഷോഭ ബാധിത പ്രദേശം സന്ദർശിച്ചു. വാക്കടപ്പുറം തെക്ക് വശം തൊട്ട് വടക്ക് വശം വരെയും കടൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. വീടുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അവരെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ക്യാമ്പുകളിലേക്ക് മാറ്റുകയും അവർക്ക് വേണ്ട ഇപ്പോൾ ഞങ്ങൾക്ക് ഇറിഗേഷൻ 60 ജിയോ ബാഗ് ഞങ്ങൾക്ക് തൽക്കാലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോൾ തൽക്കാലം ഇവിടെ കൊണ്ടിടുകയും അതിനുശേഷം ഇനിയും രൂക്ഷമാവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇറിഗേഷൻ ഇനിയും ഞങ്ങളെ ജിയോ ബാഗ് തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞങ്ങൾ തീരദേശത്തെ ജനങ്ങൾ സഹായം ഞങ്ങൾ ചെയ്തു കൊടുക്കും. 13-ാം വാർഡിൽ നോക്കുകയാണെങ്കിൽ 8 വീട്ടുകാരുണ്ട് ഇത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. വീട് നഷ്ടം വരാൻ പോകുന്ന ആളുകൾ. പിന്നുള്ളത് 14ലേക്ക് ഇറങ്ങുമ്പോൾ 14-ാം വാർഡിലാണ്. അത് മെമ്പറുണ്ട്, മെമ്പർക്ക് അറിയാം വീടുകളുടെ എണ്ണങ്ങളും കാര്യങ്ങളും. ഇപ്പോൾ 13-ൽ ഇത്ര വീടുകളാണ് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത്. പക്ഷേ 14ലേക്ക് ഇപ്പോൾ വെള്ളം കയറിയിട്ടില്ല. ഇപ്പോൾ തെക്കുന്നുള്ള കുഴിപ്പാണ് വന്ന് ആളുകൾക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടുള്ളത്.